സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തിന്റെ ആവശ്യം എന്ത് എന്നതിന് മറുപടി പറയുന്ന കണക്കുകൾ പുറത്ത്. പ്രതിവർഷം സംസ്ഥാനം ഇറക്കുമതി ചെയ്യുന്നത് 3000 കോടി ലിറ്റർ സ്പിരിറ്റ്. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിനകത്ത് തന്നെ സ്പിരിറ്റ് പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മദ്യത്തിനപ്പുറം എണ്ണക്കമ്പനികൾക്കും വ്യവസായ ആവശ്യങ്ങൾക്ക് കൂടിയാണ് ഇത് പരിഹാരം കാണുക. സംസ്ഥാനത്ത് ഒരു സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. അതിനുള്ള മറുപടിയാണ് സംസാരിക്കുന്ന ഈ കണക്കുകൾ. 2024 കേരളത്തിലെത്തിയ ENA എത്തനോൾ എന്ന് പറയുന്നത് 39.55 കോടി ലിറ്ററാണ്. ഡിസ്റ്റിലറികൾക്ക് വേണ്ടി എത്തിച്ച ENA ആകട്ടെ 9.21 കോടി ലിറ്ററും. അതായത് മദ്യ ഉൽപാദനത്തിന് വേണ്ടിയുള്ള സ്പിരിറ്റിനായി മാത്രമുള്ള ചെലവ് 756.22 കോടി രൂപ. മദ്യ ഉൽപാദനം മാത്രമല്ല സ്പിരിറ്റ് കൊണ്ടുള്ള ഉപയോഗം. എണ്ണക്കമ്പനികൾ സ്പിരിറ്റ് വാങ്ങുന്നുണ്ട്. ഇവർ ഇറക്കുമതി ചെയ്ത എത്തനോൾ 30.26 കോടി ലിറ്ററാണ്. അതായത് ചെലവ് 1966.3 കോടി രൂപ. ഇനി കഴിഞ്ഞ വർഷം വ്യാവസായിക ആവശ്യത്തിനായി ഇറക്കുമതി ചെയ്ത സ്പിരിറ്റ് എന്ന് പറയുന്നത് 8.34 ലക്ഷം ലിറ്ററാണ്. എത്തനോൾ ENA ഇറക്കുമതിക്കായി കേരളത്തിന് പുറത്തേക്ക് പ്രതിവർഷം ഒഴുകുന്നത് 3000 കോടിയോളം രൂപയാണ്. ഇതിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം 400 കോടി രൂപ ചെലവാകുന്നു. കേരളത്തിൽ തന്നെ സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് നാമമാത്രമായി കുറയും. ഒപ്പം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന GST വരുമാനം കേരളത്തിന് തന്നെ ലഭിക്കുകയും ചെയ്യും. സംസ്ഥാനത്തിനകത്തെ ആവശ്യം കണക്കിലെടുത്താണ് സ്പിരിറ്റ് നിർമ്മാണ കേന്ദ്രത്തിന് സർക്കാർ പ്രാഥമിക അനുമതി നൽകിയത്. വ്യവസായ സംരംഭം ആയതിനാൽ ടെൻഡർ ആവശ്യമില്ല. ഏകജാലക പരിശോധനയിലൂടെയാണ് പ്രാരംഭ അനുമതി സർക്കാർ നൽകിയതുപോലും. കേരളത്തിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വ്യവസായ സംരംഭം. സംസ്ഥാനത്തിന്റെ സ്പിരിറ്റിന്റെ ആവശ്യകത ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം. ഒപ്പം സംസ്ഥാനത്തുണ്ടാകുന്ന നേട്ടം. ഇതിനെതിരെയാണ് പ്രതിപക്ഷം കണ്ണടയ്ക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് നിന്നും S. ഷീജ, കൈരളി ന്യൂസ്.